നിരവധി സഞ്ചാരികൾ എത്തുന്ന കൊച്ചിയിലെ പോത്തൻതോട് ബീച്ചിൽ അപകടങ്ങൾ പതിവാവുകയാണ്. ദിനംപ്രതി ഇവിടേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. കാണാൻ അഴകേറെയെങ്കിലും ഈ തിരമാലകൾ ഇതുവരെ കവർന്നത് 12 ജീവനുകളാണ്. ദിനംപ്രതി തിരക്ക് വർദ്ധിക്കുന്ന പോത്തൻതോട് ബീച്ചിൽ ഈ തിരകളിങ്ങനെ ആളെ കൊല്ലികളാകുമ്പോഴും സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ല. തീരത്തോട് ചേർന്ന് അപകട ചുഴികളുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ ഓർമ്മപ്പെടുത്തുന്നു. അപകടക്കെണിയെക്കുറിച്ച് അറിയാതെ ആദ്യമായി ഇവിടേക്കെത്തുന്നവരാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ മാസമാണ് അമ്മയോടൊപ്പം കുളിക്കാനിറങ്ങിയ കുട്ടി തിരയിൽപ്പെട്ട് മരിച്ചത്. ഈ സ്ഥലത്ത് കഴിഞ്ഞിടക്ക് ഒരു പയ്യൻ മരിച്ചത്. ഒരു അമ്മയും ഒരു കുഞ്ഞും വേറൊരു പെൺകുഞ്ഞും ഉണ്ടായിരുന്നു. ഇവർ മൂന്നുപേരും കൂടിയാണ് പടിഞ്ഞാട്ട് തീട്ടി ഇങ്ങോട്ട് മാറി വെള്ളത്തിൻ്റെ തിരമാലയുടെ ഇടയിൽ പോയാണ് ഈ കുഞ്ഞ് മരിക്കുന്നത്. ആ കുഞ്ഞിനെ പിടിക്കാനായിട്ട് ചെന്നപ്പോൾ ഈ കയ്യിലുണ്ടായ കുഞ്ഞ് വിട്ടുപോകുന്ന കരുതി കൊണ്ട് ഇവിടെ ഈ സ്ഥലവാസികൾ ഓടിച്ചെന്ന് അവരെ തള്ളനെയും കുഞ്ഞിനെയും കിഴക്കാട്ട് മാറ്റുകയും ഞങ്ങൾ പരിശ്രമിച്ചിട്ട് കുഞ്ഞിനെ ജീവനോടുകൂടി കിട്ടാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം വലയിട്ട് കോരിയാണ് കുഞ്ഞിൻ്റെ ജഡം എടുത്തത്. സന്ദർശകർക്ക് സുരക്ഷാ നിർദ്ദേശം നൽകാനും കടലിൽപ്പെട്ടാൽ രക്ഷപ്പെടുത്താനും ലൈഫ് ഗാർഡുമാർ ഇവിടില്ല. കോസ്റ്റൽ പോലീസ് വല്ലപ്പോഴും വന്നു പോകുന്നത് മാത്രമാണ് ആകെയുള്ള സുരക്ഷാ മുൻകരുതൽ. പുത്തൻതോട് ബീച്ചിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു സുരക്ഷാ ബോർഡെങ്കിലും കാണാൻ കഴിയുമോ എന്നാണ് ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ പരിശോധിച്ചത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു സുരക്ഷാ ബോർഡ് പോലും കാണാൻ കഴിഞ്ഞില്ല. എന്ത് സുരക്ഷയാണ് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്കുള്ളത്? അധികാരികൾ കണ്ണു തുറക്കേണ്ടതല്ലേ? ടിബിൻ ടോമിനൊപ്പം ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം, കൊച്ചി.